നമസ്കാരം മാഷേ. നമസ്കാരം. എന്നിട്ടരിശൻ തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറയുന്ന പോലെ അതെ, എന്നിട്ടരിശൻ തീരാഞ്ഞവന പുരയുടെ എന്നിട്ടരിശൻ തീരാതവന അങ്ങനെയാണ് അവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറയുന്ന പോലെ ട്രംപ് ഇപ്പോഴും ഇന്ത്യക്കെതിരെയുള്ള ആ ദ്രോഹ നയങ്ങൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സിലിക്കൺ വാലിയിൽ നിന്നുള്ള എക്സ്പേർട്ട് രാജ്യങ്ങളുടെ കൂട്ടത്തിൻ്റെ ആ പട്ടികയിൽ നിന്ന് ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു. ജപ്പാനുണ്ട്, മറ്റു രാജ്യങ്ങളെല്ലാം ഉണ്ട്. ഇത് കടും പ്രതിഷേധം. ഇന്ത്യയിൽ അത് റെസ്പോണ്ട് ചെയ്യുന്നേ ഉള്ളൂ, റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷേ അമേരിക്കയിൽ വൈൽഡ് റിയാക്ഷൻസ് വന്നിരിക്കുക. ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും വന്നിരുന്നു. ഒരു നയതന്ത്രജ്ഞയായിരുന്നു അതും പിന്നെ വൈറ്റ് ഹൗസിലെ ഒരു നയതന്ത്രജ്ഞ. ഇപ്പോൾ ഇതാ വരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു സംഘം ആൾക്കാർ. ഈ പോക്ക് ശരിയല്ല എന്നുള്ള മട്ടിൽ ചില പാഠങ്ങൾ ട്രംപിനോട് പറയുന്നു. ട്രംപ് ഇത് കേൾക്കുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും ഈ ട്രംപിന് ഒട്ടും പിന്തുണയില്ലാത്തൊരു രാജ്യം അമേരിക്കയാണ് എന്നതാണ് വസ്തുത. ട്രംപിന്റെ ഈ അദ്ദേഹം പറയുന്ന വാക്കുകൾ, പിൻവലിക്കലുകൾ, മാറ്റിപ്പറയലുകൾ, സ്ഥിരതയില്ലായ്മ, ഈ കുടിയേറ്റ വിരോധം, പ്രത്യേകിച്ച് ഇന്ത്യ വിരോധം, അതിന്റെ പേരിൽ അദ്ദേഹം നടത്തുന്ന താരിഫ് യുദ്ധങ്ങൾ, ഇതിനൊക്കെ അമേരിക്കൻ ജനതയുടെ പിന്തുണയില്ല. ട്രംപും അമേരിക്കൻ ജനതയുടെ മനസ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് വേണം പറയാൻ. അത് ധാരാളം തവണ നമ്മൾ കണ്ടതാണ്, എത്രയോ തവണ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിലത്തെ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്നത്തെ ദേശീയ മാധ്യമങ്ങൾ, അന്തർദേശീയ വാർത്തകളുണ്ട്. അതിലൊന്ന് അമേരിക്കൻ ഹൗസ് ഓഫ് എന്ന് വെച്ചാൽ അമേരിക്കയുടെ പാർലമെന്റ് രണ്ട് പാർലമെന്റ്, ഉപരിസഭ, അവിടെ സെനറ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഉപരിസഭ, കോൺഗ്രസ്. അപ്പോ ഈ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, അവിടുത്തെ പാർലമെന്റ്, അമേരിക്കൻ പാർലമെന്റിൽ ഇന്നലെ ഒരു റെസൊല്യൂഷൻ വന്നു. ഒരു പ്രമേയം ആർക്കെതിരെ? തീർച്ചയായിട്ടും ഡെമോക്രാറ്റ്സ് ആണ് അവിടുത്തെ പ്രതിപക്ഷം. പ്രധാനപ്പെട്ട മൂന്ന് ഡെമോക്രാറ്റിക്, ഒരാളെ ഒറ്റക്കല്ല, 3 ഡെമോക്രാറ്റിക് പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന് മൂന്ന് പേര് ആണ് ആ പ്രമേയം കൊണ്ടുവന്നത്. ആ പ്രമേയം കൊണ്ടുവന്ന 3 പേര്, ഒന്ന് ഡെബോറ റോസ്, മാർക്ക് വിസി ആൻഡ് രാജകൃഷ്ണമൂർത്തി. ഈ 3 പേരാണ്. ഇന്ത്യൻ വംശജനാണെന്ന് പേരിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. അപ്പോ ആ ഇന്ത്യൻ വംശജനാണെങ്കിൽ പോലും ഡെമോക്രാറ്റ്സിന്റെ നയവും അങ്ങനെയാണ് കേട്ടോ. ഇന്ത്യക്കാരെ അനാവശ്യമായി ഉപദ്രവിക്കുന്നത് നല്ലതല്ല എന്ന അർത്ഥത്തിലാണ്. ഈ 50% താരിഫ് ഇന്ത്യക്ക് കൊടുത്തതിന് എന്ത് ന്യായമാണുള്ളത്? ഇന്ത്യയുടേതല്ലാത്ത കാരണത്താൽ, അമേരിക്കയ്ക്ക് യാതൊരു തരത്തിലുള്ള റോളും ഇല്ലാത്ത കാരണത്താൽ റഷ്യയുടെ എണ്ണ വാങ്ങുന്നു ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള താരിഫിൽ എങ്ങനെയാണ് മാറ്റം വരുത്തുക? 25% ഉള്ളത് 50% പിന്നെ അത് 75 100 എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോ അത് തെറ്റാണ്, അത് പിൻവലിക്കണം, അടിയന്തരമായി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രമേയം. അമേരിക്കൻ പാർലമെന്റിനകത്ത് സാക്ഷാൽ ട്രംപിനെതിരായിട്ട് ഡെമോക്രാറ്റുകൾ, ചെറിയ വ്യത്യാസത്തിനാണ് അദ്ദേഹം ഭരിക്കുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല, 5 സീറ്റിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 3 പേര് ഇങ്ങോട്ട് മാറിയാൽ തീർന്നു. ഈ പ്രമേയത്തിന്റെ വോട്ടെടുപ്പ് നടന്നിട്ടില്ല, എന്താവും നമുക്ക് കണ്ടറിയാം. എന്തായാലും ഈ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അടിയന്തരമായി അന്യായമായി വർദ്ധിപ്പിച്ച ഇന്ത്യക്കെതിരായ താരിഫ്, ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതി ബന്ധങ്ങളെ, വ്യാപാരത്തെ കാര്യമായി ബാധിക്കുന്ന താരിഫ്, ഈ 50% വർധനവ് പഴയ 25 താഴ്ത്തണം, വർധനവ് പിൻവലിക്കണം. ഒന്ന്. അഥവാ അത് സാധ്യമല്ല എന്നാണെങ്കിൽ, അത് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് ഈ നിയമം കൊണ്ടുവന്നത്. കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് 6-നാണ് അദ്ദേഹം ഈ താരിഫ് വർദ്ധിപ്പിച്ചത്. താരിഫ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞ കാരണം ഒരു അടിയന്തരാവസ്ഥയുടെ ബലത്തിൽ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്, അത് എല്ലായിടത്തും അങ്ങനെ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരുന്ന നിയമങ്ങൾക്കൊന്നും അംഗീകാരം വേണ്ട. പ്രസിഡന്റിന് തോന്നുന്നൊക്കെ എക്സിക്യൂട്ടീവ് ഓർഡർ ആയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ ആ ഓർഡർ പിൻവലിക്കുന്നില്ലെങ്കിൽ അടിയന്തരമായി ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കണം. ആഗസ്റ്റ് 6-ന് കൊണ്ടുവന്ന അടിയന്തരാവസ്ഥയുടെ ബലത്തിലാണല്ലോ ഇദ്ദേഹം ഈ കളിയൊക്കെ കളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അടിയന്തരാവസ്ഥ പിൻവലിക്കണം. അങ്ങനെ ഗുരുതരമായി 2-1 ചെയ്തേ തീരൂ എന്ന അവസ്ഥയിൽ, തീരുമാനം ഉണ്ടാക്കിയേ തീരൂ എന്ന അവസ്ഥയിലാണ് അമേരിക്കൻ പാർലമെന്റിൽ ഇന്നലെ വന്നിരിക്കുന്ന ഈ പ്രമേയം. അതാണ് ട്രംപിനെതിരെ വന്നിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇതിന്റെ ഒരു പ്രാധാന്യം മാഷെ എനിക്ക് തോന്നുന്നു. കാരണം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നീണ്ട നാളായി താറുമാറായി കിടക്കുകയായിരുന്നു. അതിൽ നിന്ന് പൊടുന്നനെ രക്ഷപ്പെടുത്തിയത് അവിടെ ആകെ 6 ഡെമോക്രാറ്റിക് മെമ്പർമാരാണ്, പാർട്ടി മുഴുവനല്ല, ആ ഡെമോക്രാറ്റിക് മെമ്പർമാർ ചേർന്ന് വോട്ട് ചെയ്താണ് അതിൽ നിന്ന് അമേരിക്കയെ
ട്രംപിനെയും കരകയറ്റി ഒരു ഭരണഘടനാ പ്രതിസന്ധിയിൽ നിന്ന്, ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന്. അപ്പോൾ അത്രമാത്രം പ്രധാനമാണ്. ഇവിടെ നമ്പേഴ്സ് 3 എന്ന് പറഞ്ഞാലും ദാറ്റ്സ് ടു ഇമ്പോർട്ടൻറ്റ്. അതെ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. കാരണം എനിക്ക് തോന്നുന്നു 47ഉം 53ഓ മറ്റോ ആണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോ ഇതാണ് ഒന്ന്. ഇതേ സമയത്ത് തന്നെ മറ്റൊന്നുകൂടി സംഭവിച്ചിരിക്കുന്നു. അമേരിക്കയുടെ കേന്ദ്ര പാർലമെന്റിൽ ഡെമോക്രാറ്റ്സിന്റെ പ്രമേയം വരുന്നു. ആ പ്രമേയം വോട്ടിനിടാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. ആ പ്രമേയം 2 ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നു. ഒന്നുകിൽ ഈ താരിഫ് വർധന പിൻവലിക്കണം, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ, ആഗസ്റ്റ് 6 അടിയന്തരാവസ്ഥ പിൻവലിക്കണം. അടിയന്തരാവസ്ഥ പിൻവലിച്ചാൽ പിന്നെ ഇതിനൊന്നും പ്രാബല്യമില്ല. അടിയന്തരാവസ്ഥ പിൻവലിച്ചാൽ ആ അടിയന്തരാവസ്ഥയുടെ ബലത്തിൽ കൊണ്ടുവന്ന ഒരു പുതിയ നിയമത്തിനും പ്രാബല്യമില്ല. എനിക്ക് തോന്നുന്നത് ഈ അപ്പർ ഹൗസിൽ പാർലമെന്റിൽ പാസ്സാവണമെങ്കിൽ ഡെമോക്രാറ്റുകൾ പിന്തുണയ്ക്കണം, അല്ല പാസ്സാവുകയില്ല. അതാണിപ്പോൾ ഇവരുടെ ഒരു ബലം അതായിരിക്കണം ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതേ സമയത്ത് തന്നെ മറ്റൊന്നുകൂടി വന്നിരിക്കുന്നു. അമേരിക്കയിലെ 19 സ്റ്റേറ്റുകൾ ഒരേ സമയം മറ്റൊരു പ്രമേയം കൂടി പാസ്സാക്കിയിരുന്നു. 19 സ്റ്റേറ്റുകളിൽ ഒരുമിച്ചൊരു പ്രമേയം വരികയാണ്. ആ ഒരുമിച്ച് പാസ്സാക്കിയിരിക്കുന്നു അവര് 19 സ്റ്റേറ്റുകൾ. മിക്കവാറും അത് ഡെമോക്രാറ്റ്സ് ഭരിക്കുന്ന സ്റ്റേറ്റുകളുമാണ്. അറിയാലോ, അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളുണ്ട്. 50 സ്റ്റേറ്റുകളുണ്ട്. അതിൽ 19 എണ്ണം ഒരുമിച്ചൊരു പ്രമേയം കൊണ്ടുവരികയാണ്. അതും ഡയറക്റ്റ് ഇന്ത്യയുമായി ബന്ധമുള്ളതാണ്, നേരിട്ട് ഇതല്ല. അവരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ H1B1 വിസ ഉണ്ടല്ലോ, ആ വിസയുടെ ഫീസ്, പ്രോസസിംഗ് ഫീസ് $1,00,000 ആക്കി ഇദ്ദേഹം വർദ്ധിപ്പിച്ചു. ഇതൊക്കെ എക്സിക്യൂട്ടീവ് ഓർഡർ ആയിട്ട് പുറത്തിറങ്ങുകയാണ്. രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ നടന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോ ഈ ഫീസ് വർധന, വിസ ഫീസ് വർധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അമേരിക്കയിൽ, പ്രത്യേകിച്ച് ടെക്നോളജി. ഈ H1B വിസ അത്തരക്കാർക്കുള്ളതാ, എക്സ്പേർട്സിനാണ്. ടെക്നിക്കൽ ഇന്ത്യക്കാരില്ലാതെ എന്ത് സിലിക്കോൺ അതാണ്. അപ്പൊ അത് അമേരിക്കയുടെ ഇതുവരെയുള്ള പുരോഗതിയും നിലനിൽപ്പിനെയും ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം ആ ഫീസ് വർധനയും പിൻവലിക്കണം. അപ്പൊ ഒരു കാലം, അപ്പൊ 2 പ്രമേയങ്ങൾ, ഒന്ന് പാർലമെന്റിൽ വരുന്നു, 2 19 സ്റ്റേറ്റുകൾ ഒരുമിച്ചൊരു ഉത്തരവ് കൊണ്ടുവരുന്നു. അപ്പൊ ഇതും US-നെ, ട്രംപിനെ വലിയ തോതിൽ ബാധിക്കുന്നതാണ്, സ്വാധീനിക്കും. മാത്രമല്ല, ഇനി ബാക്കി സ്റ്റേറ്റുകളൊക്കെ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാം. ഇപ്പൊ വന്നിരിക്കുന്നത്, ഇന്നത്തെ വാർത്ത അനുസരിച്ച് കേന്ദ്ര പാർലമെന്റിലും പ്രമേയം വന്നിരിക്കുന്നു, 19 സ്റ്റേറ്റുകളിലും പ്രമേയം വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വ്യാപകമായി അമേരിക്ക ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരായി ശക്തിയുക്തം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപക്ഷെ ലോകത്ത് ആളുകൾ ഉള്ളതിനേക്കാൾ കൂടുതൽ അമേരിക്കൻ ജനത ഉണർന്ന് പ്രവർത്തിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്കറിയാം, അമേരിക്കൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് ഇന്ത്യൻ ജനതയുടെ അധ്വാനമാണ്. ജനാധിപത്യം, ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ ശക്തികൾ, ഡെമോക്രാറ്റുകൾ ആ ജനാധിപത്യത്തെ ആദരിക്കുന്ന രാജ്യങ്ങളും കൂടിയാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയം, സാമ്പത്തികം മാത്രമല്ല രാഷ്ട്രീയമായ മാനങ്ങളുമുള്ള 2 കാര്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. അതെ, അത് നമ്മൾ പലപ്പോഴും, അത് ചില്ലറക്കാരല്ല. ഈയിടെ പുറത്തു വന്നൊരു കണക്കനുസരിച്ച് അമേരിക്കയിലെ മൊത്തം ജനത ഉണ്ടാക്കുന്ന ശരാശരി വരുമാനത്തെക്കാൾ അമേരിക്കയിൽ ജീവിക്കുന്ന, എന്നിട്ട് അച്ചടക്കത്തോടെ ജീവിക്കുന്ന, അമേരിക്കയിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ശരാശരി അമേരിക്കക്കാരെക്കാൾ 3 ഇരട്ടിയും 2 ഇരട്ടിയും ഒക്കെ വരുമാനം GDP ഉണ്ടാക്കുന്നവരാണ്. 2, ഏതൊരു അമേരിക്കക്കാരനും വാങ്ങുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന ശമ്പളത്തോടൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന 10 പേരെങ്കിലും അവിടെ ഇന്ത്യക്കാരുണ്ട്. അതെ അതെ, നമ്മുടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് മൈക്രോസോഫ്റ്റിന്റെ തലപ്പത്ത് സത്യൻ നദല്ലയാണ്. ശമ്പളം മാഷെന്ന് പറഞ്ഞു. ഗൂഗിളിന്റെ തലപ്പത്ത് സുന്ദർ പിച്ചയാണ്. ഇവരൊക്കെ ഒട്ടും മോശക്കാരല്ല. ആമസോണിന്റെ തലപ്പത്ത് ഇന്ത്യക്കാരനാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ആ ശമ്പളത്തിന്റെ കണക്കാന്ന് നമ്മൾ പറഞ്ഞു. സുന്ദർ പിച്ചൈ വാങ്ങുന്ന ശമ്പളം ഒരു കൊല്ലം 90 കോടി രൂപയാണ്. 90 കോടി ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് പോലും ആലോചിക്കാൻ പറ്റാം, മീൻസ് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയാണ്. അതുകൊണ്ട് ആ മേഖലയിലൊക്കെ ഇവർ എത്തിയത് 2-3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്. സുന്ദർ പിച്ചൈ നമ്മുടെ തമിഴ്നാട്ടുകാരനാണ്, സത്യം നദല്ല ഹൈദരാബാദുകാരനാണ്. ഇവരൊക്കെ വരുമാനം ഉണ്ടാക്കുന്നത് ഒന്ന് അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ്, 2 അവരുടെ കമ്മിറ്റ്മെന്റ് ആണ്, 3 അവരുടെ സത്യസന്ധതയാണ്, 4 ഇന്ത്യയെ അവർ ജന്മഭൂമി എന്ന നിലയിൽ സ്നേഹിക്കുന്നത് പോലെ തന്നെ കർമ്മഭൂമിയായ അമേരിക്കയെയും അവർ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് അമേരിക്കൻ ജനത. അതുകൊണ്ടാണ് 19 സ്റ്റേറ്റുകൾ പ്രമേയം പാസ്സാക്കിയത്. മറ്റെവിടെ നിന്നും ആളുകളെ വരുന്നതിന് തടസ്സം ഉണ്ടായാലും ഇന്ത്യയിൽ നിന്ന് വരാൻ തടസ്സം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് H1B വിസയുടെ ഫീസ് വർധന. തന്നെയല്ല, മറ്റേ 5ാമത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ അവരുടെ ബ്രെയിൻ ആണ്. അത് വിലയ്ക്ക് വാങ്ങാൻ കിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഇല്ലെങ്കിൽ അതറിയില്ല. ഈ പ്രമേയങ്ങളിൽ പറയുന്നൊരു കാര്യം,
ഇതിന്റെ നാശം നിങ്ങൾ വിചാരിക്കും ഇതിന്റെ ദുരന്തം അനുഭവിക്കുക ഇന്ത്യക്കാരാണെന്ന്. അല്ല, അവർ ലോകത്തിൽ എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ. ട്രംപ് അനുഭവിക്കാൻ പോകുന്ന നമ്മളാണ്, അമേരിക്കയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അമേരിക്കയെ സ്നേഹിക്കുന്ന ജനത അമേരിക്കയോട് യാതൊരു സ്നേഹവും ഇല്ലാതെ തന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു നടക്കുന്ന അവരുടെ നേതാവിനെ. എക്സാക്ട്ലി ദാറ്റ് ആർ ദി വേർഡ്സ്. ഞാൻ പറഞ്ഞ കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, യാഥാർത്ഥ്യബോധമില്ലാതെ അയാൾക്ക് കഥ എഴുതുകയാണെന്നുള്ള മട്ടിൽ ഇരുന്ന് എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ട്രംപ്. യെസ്, ആ ട്രംപിനെതിരായി അമേരിക്കൻ ജനത ശബ്ദിക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ശബ്ദമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട 2 വാർത്തകൾ. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.